ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി മണിച്ചോളം വെച്ചിട്ടുള്ള ചിക്കൻ. ഇംഗ്ലീഷിൽ സ്വർഗം പറയും, ഹിന്ദിയിൽ ജോവർ പറയും. നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് മണിച്ചോളമാണ്. ഇത് ഇന്നലെ തന്നെ നല്ലപോലെ കഴുകി നിറയെ വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വാർത്തെടുത്തതിന് ശേഷം ഒരു പരന്ന പാത്രത്തിലാക്കി നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് തലാവാണ്. തലാവുണ്ടെങ്കിൽ തലാവ് എടുക്കുക, ട്രേ ആണെങ്കിലും മതി. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള വെള്ള കോട്ടൺ തുണി വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ്. നല്ല വെയിലുണ്ട്, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും തോന്നണം. പിന്നെ ഇവിടെ കാക്കയും പൂച്ചയും പ്രാവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തട്ടിക്കളയാതിരിക്കാനായിട്ട് നെറ്റ് ഇട്ട് മൂടി വെച്ചാണ് ഉണക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 2 മണിയായി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നല്ല വെയിറ്റുള്ള ഉരുളി അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. ഏകദേശം നല്ലപോലെ തന്നെ ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെക്കാം. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉണക്കിയെടുത്തില്ലേ മണിച്ചോളം, കുറച്ചായിട്ട് ഇട്ടതും ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ നിലക്കടലേക്ക് വറുക്കില്ലേ അതേപോലെ. ഇത് നമ്മുടെ ചോളം പോലെ ഇങ്ങനെ പൊരിഞ്ഞൊന്നും വരില്ല കേട്ടോ. അരി വറുക്കണ പോലെ വരുള്ളൂ. എടുത്ത് കടിച്ചു നോക്കാം. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാനിത് നിറം മാറുന്ന മുമ്പ് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും വറുത്തെടുക്കാം. അപ്പോൾ രണ്ടാമത് വെക്കുമ്പോൾ നമ്മൾ ഇത്രയും നേരം തീ കുറച്ചാണ് വെച്ചത്. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇത് നമ്മൾ ഉണക്കിയത് കഴിച്ച് നോക്കുമ്പോൾ ഉള്ള സൗണ്ട് വ്യത്യാസം മനസ്സിലാക്കാം. ഇത് ഉണക്കിയത്, വറുത്തത് കാണിച്ചു തരാം. ചെറിയൊരു ഇതുണ്ട് കേട്ടോ, അത്ര ഹാർഡല്ല. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ വീണ്ടും തീ കുറയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു പിടി. ഇപ്പം നല്ല പുക വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായി ചൂടായി വരുമ്പോഴേക്കും ചിലതൊക്കെ പൊട്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 2-3 ദിവസം നല്ല പോലെ ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കില്ലേ, ഈ ചോളപ്പൊരി ഉണ്ടാക്കാം, അതുപോലെ വരുമായിരിക്കും. പക്ഷെ ഇത് വാങ്ങിക്കുമ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അത് വേറെ ഇത് വേറെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഇതിന് നിൽക്കാത്തത് കേട്ടോ. ഇത് നമ്മുടെ പൊരി പോലെ നല്ല പോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പൊരിമുട്ടായുടെ അതേ ഒരു ടെക്സ്ചർ കിട്ടും. പക്ഷേ ഇതത്ര പൊരിയുന്നില്ല കേട്ടോ. 1-2 നമ്മൾ അരിയൊക്കെ വറുക്കുമ്പോൾ പൊരിയില്ലേ, അത്രയും പൊരിയുന്നില്ല. തീ കുറച്ച് വെക്കുന്നുണ്ട്. ഉള്ളി ചൂടാവും തോറും ഇത് നന്നായിട്ട് പൊരിയുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടെ നന്നായി പൊരിയിച്ചെടുക്കാൻ വിചാരിച്ചു കേട്ടോ. വൈറ്റ് കളറിൽ ബർഫി ഉണ്ടാക്കണം വിചാരിച്ചാൽ ഇപ്പോൾ ഒരു വല്ലാത്ത കളറിൽ ഇത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത് ഇത്രത്തോളം പൊരിഞ്ഞു വന്നതിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വറുത്തെടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്തയാണ്. അപ്പം ഇതന്നെ എടുക്കണമെന്നില്ല. അപ്പം നമ്മുടെ കയ്യിൽ നിലക്കടലയാണെന്നുണ്ടെങ്കിൽ നിലക്കടല മാത്രം എടുത്താലും മതിയാവും. ഉള്ളതുകൊണ്ട് എടുത്തോന്ന് മാത്രം. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചട്ടി നല്ല ചൂടായിരിക്കുകയാണ്. അപ്പോൾ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം കേട്ടോ. ഇത് നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ചൂടാറാൻ വെക്കാം. ഈ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ 1 കപ്പ് മണിച്ചോളം എടുത്ത് അതിന്
1/2 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കയുടെ തരി ഇട്ട് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. ഏലക്ക പൊടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് പഞ്ചസാര പൊടിച്ചെടുക്കുന്നത്. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഉരുക്കിയെടുക്കാൻ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മണിച്ചോളത്തിലേക്ക് നമ്മൾ പൊടിച്ചതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തന്നെ നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഉരുക്കിയെടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഉരുക്കിയെടുക്കാനായിട്ട്. ചില നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളി ഉപ്പ്, ഒരു ടീസ്പൂൺ നെയ്യ് മിക്സ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തീയിട്ടിട്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് ചെയ്യണം കേട്ടോ. എല്ലാം കൂടെ മിക്സായി വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റാം. ഫ്ലെയിം ഓഫാക്കാണ്. അടുപ്പിൽ നിന്ന് എടുത്തു മാറ്റാം. ഞാനൊരു ടിഫിൻ ബോക്സിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നെയ്യിലിട്ട് സ്പൂൺ എടുത്തിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ പൊരിമുട്ടായി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതൊന്നും ചാനലിൽ കയറി കണ്ടു വെക്കാം. എൻ്റെ കുപ്പിമ്മ ഉണ്ടാക്കുന്ന പൊരിമുട്ടായാണ്. പക്ഷേ അവർ മിക്സ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നന്നായിട്ട് പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ ഒരു പ്ലേറ്റിലേക്ക് കമത്തി കൊടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. കുറച്ച് കട്ട് ചെയ്തതുകൊണ്ട് ചിലതൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. കഴിച്ചു നോക്കാം. ഇതിന് എള്ളുണ്ടിയുടെ ഒരു ടെക്സ്ചറായിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ ചില സമയത്ത് വാങ്ങിക്കുമ്പോൾ എള്ളുണ്ട കടിക്കാൻ ഭയങ്കര കട്ടിയായിരിക്കില്ലേ, കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കില്ലേ, അതേപോലെ ഒരു ഇതാണ് വരുന്നത്. പക്ഷേ എല്ലാത്തിലും ഇല്ല കേട്ടോ. നന്നായി പൊരിഞ്ഞ് വന്നതൊക്കെ നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. പൊരിയാത്ത സാധനമാണ് കുറച്ച് കട്ടിയായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിത് കഴുകി ഉണക്കാൻ വെക്കുമ്പോൾ ഒരു 2-3 ദിവസം നല്ല വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക. പിന്നെ നമ്മൾ വറുക്കുമ്പോൾ ചട്ടി നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി അതിൽ നിന്ന് നല്ലപോലെ പുക വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ടിട്ട് തീ കുറച്ച് വെച്ച് വറുക്കുക. തുടരെ ഇളക്കരുത്. ചെറിയൊരു ഗ്യാപ്പൊക്കെ വിട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊരിഞ്ഞു വരുന്ന സാധനം നന്നായിരിക്കും. അപ്പം നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.